കേറി വാടാ മക്കളയിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം. ഒരു വീഡിയോ ചോദ്യമാണ്. Hello, Mr. Bhaskaran. I am version 5.25 by Kyoto Dynamics. Good evening. Glad to meet you. ചോദ്യം ഇതാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പന് സിനിമയിൽ ജീവൻ കൊടുത്തിരിക്കുന്ന കലാകാരൻ ആരാണ്? എ നീരജ്, ബി സൂരജ്, സി അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാളുണ്ട്. അത് ഓപ്ഷൻ ബി സൂരജ്. ഓപ്ഷൻ ബി സൂരജ്. ആർ യു കോൺഫിഡന്റ്? യെസ്. യെസ്. സോ ബി സൂരജ് ഞാൻ അങ്ങെടുത്ത് പൂട്ടി അവിടെ കിടക്കട്ടെ. ഈ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയല്ലോ. ഈ ഹോണ്ടിങ് മൂവീസ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പ്രേതങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കാണാൻ ഭയങ്കര പേടിയാണ്. പ്രേതങ്ങളെ ഇഷ്ടമാണ്, കാണാൻ ഭയങ്കര പേടിയാണ്. പിന്നെ കണ്ടാലല്ലേ പ്രേതമാണെന്ന് മനസ്സിലാവില്ല. അല്ല, ഞാൻ ഇപ്പൊ ഹൊറർ മൂവീസ് ഒക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ അടുത്ത് ആരാണ്, ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞിരുന്നു ശരിക്കും ഞെട്ടി. ഇത് തന്നെ എൻ്റെ പ്രശ്നം. എനിക്ക് പെട്ടെന്നുള്ള ശബ്ദങ്ങള്, സൈലൻസ്. എന്നിട്ടാണ് ഈ പ്രേതകഥയിൽ അഭിനയിച്ചത് അതറിയാണ്ട് സംഭവിച്ചു പോയതാണ്. അല്ല, അത് ഞാൻ ശരിക്കും ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. കെമിസ്ട്രി എന്നാണ് ഫിലിമിന്റെ പേര്. വിജയ് തമ്പി സാറിന്റെ ഡയറക്ഷനിലാണ്. അത് സിനിമയിൽ വന്ന ഒരു കുറച്ച് സമയം, അത് ആദ്യത്തെ ഒരു 3-4 വർഷം. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ പ്രേതമായാൽ എങ്ങനെ ഇരിക്കുമെന്ന് സ്ക്രീനിലൊന്ന് കാണണം. അപ്പോഴാണ് സാറ് ഇങ്ങനെ ഒരു കഥയായിട്ട് വന്നത്. ശരിക്കും ഇപ്പം രാത്രിയിൽ വളരെ എന്താണ് പറയുന്നത്, രാത്രി ഒരു 12 മണിക്ക് പെട്ടെന്ന് ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ഉറങ്ങുന്നു, വീട്ടിൽ കിടക്കുന്നു. ജനലിലൊരു മാന്തലേക്കുന്നു, ഒരു മാന്തല്. ഹസ്ബൻഡിനെ വിളിക്കുന്നു, ഹസ്ബൻഡ് അനങ്ങുന്നില്ല, കിടന്നുറങ്ങുന്നു. പെട്ടെന്ന് കേൾക്കുന്നു, കഥ തുറക്കോ. എന്ത് ചെയ്യും? ഞാനാ തിരിഞ്ഞു കിടന്ന് പുതപ്പെട്ട് മൂടി നാമം ചൊല്ലി വേഗം ഉറങ്ങും. വീണ്ടും തട്ടുന്നു, ഞാൻ കേൾക്കൂല. ഇല്ല, കണ്ണടച്ച് കളയും. കണ്ണടക്കും, ചെവിയും പുത്തും. വീണ്ടും അത് കുറച്ചുകൂടെ ഉറച്ചു പറഞ്ഞു, ശരണ്യേ എന്നെ മനസ്സിലായില്ലേ? അപ്പൊ എന്താ പറയും? അപ്പൊ ഒന്നും പറയില്ല, തിരിച്ചുത്തരം പറയത്തില്ല. അത് പണ്ട് ശരണ്യെ സ്നേഹിച്ചോണ്ടിരുന്ന ഒരാള് ആക്സിഡന്റിൽ മരിച്ചതിന്റെ ആത്മാവാണ്. അപ്പൊ വീണ്ടും പറഞ്ഞു, ശരണ്യെ എന്നെ മനസ്സിലായില്ല. അപ്പൊ എന്താ പറയാ? ഞാൻ ഉദ്ദേശിച്ച ആളല്ലെന്ന് പറയും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലെന്ന് പറയും. കോളേജിൽ വെച്ച് കണ്ടിട്ടില്ലേ? ഞാൻ വിമൻസ് കോളേജിലാണ് പഠിച്ചത്, ഞാൻ കണ്ടിട്ടില്ല. അവിടെ പൊളിഞ്ഞു, അവിടെ കഥ പൊളിഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കും, നീ ആരടാ? പൊളിഞ്ഞതല്ല, ഏകദേശം ഒരു പേടിയുടെ ക്ലൈമാക്സ് ആയപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്നൊരു സ്ലിപ്പ് വന്നപ്പോ അവിടെ ഇട്ട് പിടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. ബി സൂരജ്. ഉത്തരം കറക്റ്റാണ്. 2000 രൂപ ഇതാ വീണ്ടും സമ്മാനമായി. കേറി വാടാ മക്കളയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം. ശ്രദ്ധിക്കൂ. സൗബിൻ അച്ഛന് വേണ്ടി ആദ്യം കൊണ്ടുവരുന്ന ഹോം നേഴ്സ് എത്ര മാസം ഗർഭിണി ആണെന്നാണ് പറയുന്നത്? എ 4, ബി 5, സി 3. ക്ലൂ ഉണ്ടാ? ക്ലൂ ഗർഭം ധരിച്ചവർക്കല്ലേ അറിയാവൂ. അതൊരു ക്ലൂ ആയി, വല്ലാത്ത ക്ലൂ ആയി. ചെറിയ സംഖ്യയാണോ വലിയ സംഖ്യയാണോ? എനിക്കെപ്പോഴും ഞാൻ ചെറിയവനായിട്ട് കാണുന്നതാണ് എനിക്കിഷ്ടം. ആണല്ലേ? അപ്പൊ ഞാൻ 3 പറയാം. 3നെ ഞാൻ പൂട്ടി കിടക്കട്ടെ. എങ്ങനെയാണ് ഈ കല്യാണത്തിലോട്ട് വന്നത്? ഈ ശരണ്യ മോഹൻ എന്ന് പറഞ്ഞ മോഹൻ അച്ഛനാണ്. അപ്പൊ ഹസ്ബൻഡ് അരവിന്ദ് കൃഷ്ണൻ. അരവിന്ദ് കൃഷ്ണൻ. ഓ,
എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? കാരണം വേറൊന്നുമല്ല, സിനിമയില് വളരെ നേരത്തെ പോയി. അതെ, തമിഴില് സിനിമയിൽ വന്നതിന് ശേഷമല്ലേ കല്യാണം? അതെ. ആ, അപ്പൊ എങ്ങനെയായിരുന്നു? അറേഞ്ച്ഡ് മാരേജ് ആണോ? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ ചോദിച്ചപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, അമൃതയില് സൂപ്പർ ഡാൻസർ ജൂനിയറിന്റെ ഷൂട്ടിന് വന്നു. അത് കഴിഞ്ഞു പോണ വഴിക്കാണ് ഈ ഞങ്ങളുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഇന്ദ്രജിത്ത് ചേട്ടന്റെ വീട് ഇതിനടുത്താണ്. ചേട്ടന്റെ ഫ്രണ്ടാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പൊ അന്ന് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ചേട്ടൻ ഇന്ദ്രജിത്ത് ചേട്ടന്റെ വീട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. വീട്ടിൽ കയറി ചുമ്മാ ഞങ്ങള് ഒരു ഫിലിമില് വർക്ക് ചെയ്തു. വളഞ്ഞു പോയപ്പോ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചത് സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇവിടുന്ന് പോകുമ്പോ നേരെ വീട്ടിൽ പോയാ പോരായിരുന്നു? ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. അല്ല, എന്തോ ആയിക്കോട്ടെ. അതിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു, അരവിന്ദുമായിട്ട് അതെന്താന്ന് വെച്ചാ, അതുകൊണ്ട് ഇനി അവിടുന്ന് നിങ്ങൾ അറേഞ്ച് ചെയ്ത് അവിടെ കയറിയതല്ലേ? അല്ലാതെ പിന്നെ എങ്ങനെ? എന്റെ കൂടെ അച്ഛനുണ്ട്, എല്ലാരും ഉണ്ട്. ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. വേണ്ട, പിന്നെ എങ്ങനെ അറേഞ്ച് ചെയ്യും? 2 കണ്ണില്ലേ അതിന്? അതുപോലെ നമ്മൾ അകത്തിരിക്കല്ലേ, സ്റ്റുഡിയോക്ക് അകത്തിരിക്കല്ലേ. അപ്പൊ എങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പം ഇദ്ദേഹം ഈ അരവിന്ദ് എങ്ങനെ അവിടെ വന്നു? അദ്ദേഹം അവിടെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. അതെങ്ങനെ വന്നു എന്നാ ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ല, അത് അദ്ദേഹം വരുമ്പോ ചോദിക്കാം. അത് പറഞ്ഞാൽ പറ്റത്തില്ല. അത് ചോദ്യമാണല്ലോ, അതൊരു ചോദ്യമാണല്ലോ, എനിക്കും ചോദിക്കാനുണ്ട്. അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ എപ്പി ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ആ വീട്ടിൽ എന്തിനു കയറി? 1, ആ വീട്ടിൽ എങ്ങനെ പുള്ളി അവിടെ വന്നു? 2, പിന്നെ ആ വീട്ടിൽ വെച്ച് എന്ത് സംസാരിച്ചു? 3, അത് പറ. ഒന്നും സംസാരിച്ചില്ല. എന്നെ കണ്ട ഉടനെ ചോദിച്ചു, ഇത്രയൊക്കെ പൊക്കമുള്ളല്ലേ, നിന്റെ പല്ല് ശരിയാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു ഇടി കൊടുത്തു. അപ്പൊ നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആണല്ലോ? അല്ല, ഞങ്ങള് ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ആണ്. ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ കാണുമ്പോഴേ ഇടിയും പിടിയും ഒക്കെ ഉണ്ടോ? അല്ല, എന്റെ ഹൈറ്റിനെ കുറിച്ചും എന്റെ പല്ലിനെ കുറിച്ചും പറഞ്ഞാൽ ഞാൻ പിടിക്കും. കള്ളക്കളി. എന്നിട്ട് ബാക്കി ഇത്രയും ഞാൻ സഹിച്ച് കേട്ടോണ്ടിരിക്കുന്നതിനും മനസ്സിലായി. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ സിനിമയില് വർഷങ്ങൾ കഴിഞ്ഞു. ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണത്തിലേക്ക് വന്നത്. അമൃതേന്ന് പോയി ആ പയ്യന്റെ വീട്ടിൽ പോയപ്പോ പുള്ളി അവിടെ വന്നു, ഒന്ന് കണ്ടു. ഒരിടിയും പല്ലിലൊരു പിടി. അല്ല, പല്ലൊന്നും പിടിച്ചില്ല. പല്ല് പറഞ്ഞു, പല്ല് ശരിയാക്കണം. പുള്ളി അദ്ദേഹം ഡെന്റിസ്റ്റ് ആണ്. ഡെന്റിസ്റ്റിന് എല്ലാവർക്കും ഉള്ള പരിപാടി. ആരെ കണ്ടു കഴിഞ്ഞാലും ആദ്യം പല്ലിനെ കുറ്റം പറയും. അപ്പൊ അത് കണ്ട് പിന്നെ 7 വർഷത്തേക്ക് പിന്നെ ഒരു അനക്കമില്ലെന്നല്ല, ഞങ്ങൾ വല്ലപ്പോഴും ഫേസ്ബുക്കില് ചാറ്റ് ചെയ്യും. ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചപാവൊന്നുമല്ല, നല്ല 2 ചട്ടമ്പികളാണ്. അത് കാരണം അങ്ങനെയുള്ള സംസാരം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 7 വർഷമായപ്പോ എന്റെ കല്യാണമാണ്, വരണം, തീർച്ചയായിട്ടും എപ്പോഴായാലും വരണം. 7 വർഷമല്ല, ഒരു 6 വർഷത്തിലെങ്ങാണ്ട് പറഞ്ഞു. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറെ നാളത്തേക്കില്ല. പിന്നെ ഇതേപോലെ എനിക്ക് കല്യാണ ആലോചനകളൊക്കെ വന്നു. അപ്പോ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ എന്തായി? പിന്നെ എപ്പോഴോ വന്നപ്പോ ഞാൻ ചോദിച്ചാൽ എവിടെയായിരുന്നു, എത്ര നാളായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞല്ല, ഫേസ്ബുക്കിൽ തന്നെ കാണുന്നത്. ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല, എന്നെ കാണുന്ന എന്നെ പെണ്ണ് കാണാൻ വരുമ്പോഴാണ്. അത് വരട്ടെ. എന്നിട്ട് ഫേസ്ബുക്കിൽ പിന്നെ എവിടെയായിരുന്നു, എന്താന്നൊക്കെ ചോദിച്ചു. കല്യാണം നടന്നില്ല. എന്നുവെച്ചാൽ അത് വലിയ പത്രം അടിച്ച ആൾക്കാരെയൊക്കെ വിളിക്കുകയൊന്നും ചെയ്തില്ല. ജസ്റ്റ് ആലോചന വന്നപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ശശിയണ്ണൻ അങ്ങനല്ല എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? ഇപ്പൊ തൽക്കാലം ഒരു പേരിടാൻ പോണു. എന്താണ്? സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 അനിയത്തിക്കുട്ടി എന്ന് പറഞ്ഞ മാറ്റിയിട്ട് സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 കള്ളിക്കുട്ടി എന്ന് വേണം പേര്. ഇല്ല, നിങ്ങള് ചുരുക്കത്തിൽ പറയട്ടെ, മാമൻ എന്റെ അടുത്ത് എല്ലാം പറഞ്ഞു. ശശി മാമൻ എന്റെ അടുത്ത് എല്ലാം പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം ഒഴിച്ചങ്ങ് കൊടുത്ത് എല്ലാം പുള്ളി അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, അയ്യോ കാരണം ഒരു 7 വർഷം അണ്ണാ ഞങ്ങള് കിടന്ന് പാടുപെട്ടത്. ഈ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടണം വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒത്തിരി അടിയായിരുന്നു. അവസാനം ഞങ്ങൾ പിടിച്ച് അങ്ങ് കെട്ടിച്ച്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനാണ് ഇത്രയും നേരം കിടന്നത്. അപ്പൊ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി. ഓക്കെ, അപ്പം ഉത്തരം തെറ്റാണ്. ലവ് മാരേജ് അല്ലായിരുന്നു, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. സി 3 ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അയ്യോ ദൈവമേ.